ഒന്ന് പറഞ്ഞു തരുമോ? അവരെന്നോട് പറഞ്ഞു, ഇപ്പം പറയാൻ കഴിയില്ല, നമുക്ക് പോകാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. ഞാൻ കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരിക്കലും ഈ റസൂല് കള്ളം പറഞ്ഞിട്ടില്ലെന്ന് നമ്മോട് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ അല്ല, ഉമറുൽ ഫാറൂഖ് അല്ല, നമ്മൾ മിനിഞ്ഞാന്നിവിടെ പറഞ്ഞ പോലെ അബൂ സുഫിയാനാണ്. റസൂലിൻ്റെ കൊടിയ ശത്രു പോലും അംഗീകരിച്ചു ഈ റസൂല് കള്ളം പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇത് കള്ളമല്ല, സത്യമാണ്. അല നബിയ്യുൻ ലാ കദിബ്, അന നബിയ്യുൻ ലാ കദിബ്, അന നബിയ്യുൻ ലാ കദിബ്. കള്ളമല്ല, ഞാൻ നബിയാണ്, കള്ളമല്ല, ഞാൻ നബിയാണ്, ഇത് കള്ളമല്ല, ഞാൻ നബിയാണ് എന്ന് ആത്മാർത്ഥമായി ലോകത്തോട് സംസാരിച്ച് തൻ്റെ ഹൃദയം ലോകത്തിന് തുറന്ന് കാട്ടിക്കൊടുത്ത് മതത്തിൻ്റെ താക്കോല് കൊണ്ട് ലോകത്തിൻ്റെ ഖജനാവുകൾ തുറന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോൾ ചുവന്ന നിറമുള്ള ഒരു പുഴ കണ്ടു. ആ പുഴയിൽ ഒരാളിങ്ങനെ മുങ്ങിപ്പൊങ്ങുകയാണ്. ഇങ്ങ് പൊങ്ങി വരുമ്പോഴേക്ക് അയാളുടെ വായിലേക്ക് ഒരാൾ കല്ലെറിയുന്നു. ഇയാൾ വിശന്ന് പൊരിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന രൂപത്തിൽ പിന്നെയും നീന്തി കരപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കല്ല് കൂടി എടുത്തെറിയുന്നു. അങ്ങനെ അയാൾ പിന്നെയും മുങ്ങുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെയും കല്ലെറിയുന്നു. ഈ രംഗം കണ്ട് സഹികെട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ സഹാബത്തെ, ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ കടുംകൈ, എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത്? അവരെന്നോട് പറഞ്ഞു, മിണ്ടണ്ട, പിന്നെ പറയാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. റസൂല് താൻ കണ്ട സ്വപ്നം വിവരിക്കുകയാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പിന്നെയും പറഞ്ഞു, ഞാൻ പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരാളുണ്ട് തീക്കുണ്ടാരത്തിന് ചുറ്റും കിടന്ന് ഓടുന്നു. വലിയ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിന് ചുറ്റുവട്ടത്തൊരാൾ കിടന്ന് ഓടുകയാണ്. ആ ഓടുന്ന മനുഷ്യനെ പറ്റി ചോദിക്കണ്ട, കാണാൻ ഒട്ടും രസമില്ല. വളരെ വിരൂപൻ, വൃത്തികെട്ട രൂപം, പേടിപ്പിക്കുന്ന രൂപം, ഭീകരമായ രൂപം, ക്രൂരമായ മുഖം, ആ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രയാസം. ഞാൻ ചോദിച്ചു, ഇയാൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? ഇത്ര രൂപനായ ഒരു മനുഷ്യനാരാണ്? അവരെന്നോട് പറഞ്ഞു, ഇപ്പൊ പറയണ്ട, വരൂ, നമുക്ക് പോകാം. കുറച്ചുകൂടി ദൂരത്തെത്തിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. കുറച്ചുകൂടി ദൂരത്തെത്തിയപ്പോൾ രസകരമായ ഒരു പൂന്തോട്ടം കാണുകയാണ്. മനോഹരമായ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്. ആ പൂക്കളുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ്. അതുവരെ കണ്ട രംഗങ്ങൾ ക്രൂരമാണെങ്കിൽ, ഭയാനകമാണെങ്കിൽ, ഇത് ആശ്വാസകരമാണ്, ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്. പുഞ്ചിരി തൂകിക്കൊണ്ടൊരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നു. ആ മനുഷ്യന്റെ ചുറ്റും പൂക്കളുണ്ട്. പൂക്കൾക്കിടയിൽ ഒരുപാട് കുട്ടികളും പുഞ്ചിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ, ഇത്ര സുന്ദരനായ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുമോ, ആരാണ് ഈ കോലം? അവരെന്നോട് പറഞ്ഞു, ഇപ്പൊ പറയണ്ട, നമുക്ക് പോകാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ ശരീരത്തിന്റെ പകുതി ഭാഗം സുന്ദരമാണ്, പകുതി ഭാഗം വിരൂപമാണ്. പകുതി കാണാൻ നല്ല രസമുണ്ട്, പകുതി കാണാനാകട്ടെ ഒട്ടും ചന്തമില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ അവരോട് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക. അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ പോയി ആളുകൾ കുളിച്ചു വന്നപ്പോഴോ നല്ല രൂപം, കാണാൻ ചന്തമുള്ളവരായി, പകുതി ഭാഗമുള്ള വൈരൂപ്യം പോയി മറഞ്ഞിരിക്കുന്നു. ഞാൻ സന്തോഷിച്ചു. ഞാൻ അവരെ നോക്കി, എത്ര പെട്ടെന്നാണ് ഇവരുടെ വൈരൂപ്യം പോയി മറഞ്ഞത്, എന്താണ് ഈ അത്ഭുതം എന്ന് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇപ്പൊ പറയണ്ട, പോകാം. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു വലിയ മരം കണ്ടു. ആ മരത്തിന്മേൽ കയറി യാത്ര തുടർന്നു. കുറച്ചും കൂടി അപ്പുറത്തെത്തിയപ്പോൾ മനോഹരമായ ഒരു മണിമാളിക ഒരുക്കി വെച്ചിരിക്കുന്നു. എന്തോ ഒരു ചന്തമുള്ള കൊട്ടാരമാണ്, എന്തോ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ്, എന്തോ ഒരു രസമുള്ള കൊട്ടാരമാണ്. കണ്ണിന് ഇത്ര ആനന്ദകരമായ ഒരു മണിമാളിക സങ്കല്പിക്കാൻ സാധ്യമല്ല. ആ മണിമാളിക കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഉടൻ തന്നെ അവരെന്നോട് പറഞ്ഞു, ഇത് നബിയേ, നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗത്തിലെ വീടാണ്, ഇത് നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗത്തിലെ വീടാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ അതിലേക്കൊന്ന് കടന്നു പോകട്ടെ, ഞാനൊന്ന് കടന്നിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കണ്ടോട്ടെ? അവരെന്നോട് പറഞ്ഞു, കാണാൻ സമയമായിട്ടില്ല, ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയുസ് ബാക്കിയുണ്ട്. അള്ളാഹു കുറച്ചു കാലവും കൂടി നിങ്ങൾക്ക് ദുനിയാവിൽ ആയുസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നബിയെ, നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കടന്ന് സുഖിക്കാം, അതിനു മുമ്പ് നിങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ അവകാശമില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ ഇനി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ,
എന്തൊക്കെയാണ് ഇതുവരെ കണ്ടത്, ഒന്നെനിക്ക് മനസ്സിലാക്കി തരുമോ? അവര് മെല്ലെ പറയാൻ തുടങ്ങി, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് ആദ്യം കാണിച്ച രംഗം തലക്കടിക്കുന്ന രംഗമില്ലേ ഒരുവൻ, ആ തലക്കടിയേൽക്കുന്നവനെ കുറിച്ച് ആദ്യം പറഞ്ഞു തരാം. അവൻ ഖുർആൻ പഠിച്ചിട്ടും ഖുർആനിനെ അവഗണിച്ചവനാണവൻ. ഫർള് നമസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങിയവനാണവൻ. അവന് വിവരമുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു, പാണ്ഡിത്യമുണ്ടായിരുന്നു, പണ്ഡിതനായിരുന്നു, അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു, ധാരാളം വിവരമുണ്ട്, ഖുർആന് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങൾ ആ ഖുർആനെതിരായിരുന്നു. ഫർള് നമസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുമ്പോൾ ഇവൻ നല്ല ഉറക്കത്തിലായിരിക്കും. നമസ്കാരത്തോട് ബന്ധമില്ലാതെ, ദീനിനോട് ബന്ധമില്ലാതെ ജീവിച്ചവനാണവൻ. അവന് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണ് നബിയെ നിങ്ങൾ കണ്ടത്. എന്നാ പിന്നെ രണ്ടാമത് കണ്ടതോ, വായിലൂടെ കൊളുത്തിട്ട് വലിക്കുന്നതോ? അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു. അവർ രണ്ടാളും പറഞ്ഞു, നബിയേ, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്ന ഒരുവനാണ്. അവന് നേരം വെളുത്താൽ പണി അന്യൻ്റെ കുറ്റം പറയലാണ്. മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇറച്ചി കൊത്തി വലിക്കലല്ലാതെ ഇവന് വേറെ ഉദ്യോഗമില്ല നബിയേ. അവനെ നുണ പറയലാണ് നബിയേ ഉദ്യോഗം. കള്ളം പറഞ്ഞ് അവൻ്റെ നാവ് തളർന്നു പോയി, അവൻ്റെ കഴുത്ത് തളർന്നു പോയി, അവനെയാണ് കൊളുത്തിട്ട് വലിക്കുന്നത് നബിയേ എന്നവർ പറഞ്ഞു. പിന്നെ ചോദിച്ചു, എന്നാ പിന്നെ ഇനി പറയൂ, ആരാണ് ആ ഗുഹക്കകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തീക്കുണ്ടത്തിൽ കിടന്ന് അങ്ങും ഇങ്ങും മറയുന്നത്? അത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് മറുപടി പറഞ്ഞു. റസൂല് പിന്നെ ചോദിച്ചു, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് പുഴയിലൂടെ പൊങ്ങി വരുമ്പോൾ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തപ്പെടുന്നവനാരാണ്? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു. റസൂലിനോട് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നബിയെ, അത് പലിശ കച്ചവടക്കാരനാണ്. അവൻ പലിശയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. ഒന്ന് ഓർക്കുന്നത് നല്ലതാ. മുസ്ലിം സമുദായത്തിലെ മുതലാളിമാർ ഓർക്കുന്നത് നല്ലതാണ്, നല്ലോണം ഓർക്കുന്നത് നല്ലതാണ്. പലിശ അത്ര നിസ്സാരില്ല എന്ന് മനസ്സിലാക്കിയ പല ആൾക്കാരും നമുക്കിടയിലുണ്ട്. അവരോട് ഞാൻ പറയാണ്, താക്കീതായിട്ട് പറയാണ്, പടച്ചോനെ പേടിക്കുന്നുണ്ടെങ്കിൽ, നരകത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചോ. റസൂല് പറയാണ്, എന്തോ ഒരു പുഴയിലേക്ക് അവനെ എറിഞ്ഞിരിക്കുന്നു. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്ക് അവൻ്റെ വായിലേക്ക് കല്ലെടുത്തെറിയുകയാണ്. മുസ്ലിം സമുദായത്തിൽ പലിശ വ്യാപാരം നന്നായിട്ട് നടക്കുന്നുണ്ട്. കേരളം മുഴുവൻ സഞ്ചരിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയപ്പോഴൊക്കെ ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സത്യമാണ്. പരന്ന് കിടക്കുന്ന മലബാറിലെ മുസ്ലിം സദസ്സിനോട് ഇവിടെ വെച്ചിട്ട് അബ്ദുസ്സമദ് പറയണത്, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്, പറയാനുള്ള കടമ. പലിശ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അവൻ ആ പുഴയിൽ കിടന്നുള്ള ദുരിതമാണ്. അവൻ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്. പിന്നെ ആരാണ്? അടുത്ത രംഗം പറയുമോ നബിയെ? അടുത്ത രംഗം പറയുമോ എന്ന് നബി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആരാണ് അഗ്നികുണ്ഡത്തിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നത്? ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് റസൂലിനോട് കൂടെയുള്ളവർ പറഞ്ഞു, അത് നരകം കാക്കുന്ന മലക്കാണ്. നരകം കാക്കുന്ന മലക്കാണ് ആ ക്രൂരമായ രൂപം. നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് ആ അഗ്നികുണ്ഡത്തിന് ചുറ്റും ഓടുന്നതായിട്ട് നബിയെ നിങ്ങൾ കണ്ടത് നരകം കാക്കുന്ന മലക്കാണ്. എന്നാ പിന്നെ ഇനി പറയൂ, കുട്ടികളോടൊപ്പം പുഞ്ചിരിച്ചിരിക്കുന്ന ആ നല്ല മനുഷ്യനാരാണ്? എന്തോ ഒരു സുന്ദരമായ രൂപമായിരുന്നു. ഉടൻ തന്നെ ഈ രണ്ടുപേര് റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അത് നിങ്ങളുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. ഇബ്രാഹിം നബിയാണ് കുട്ടികളുടെ കൂടെ പൂന്തോട്ടങ്ങളിൽ പൂവിരിഞ്ഞെടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്നത്. ആ കുട്ടികളാരാണ് എന്ന് റസൂല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുറ്റം ചെയ്യാത്ത ഓമന മക്കളാണ്. അവർ സ്വർഗത്തിലെ പ്രത്യേകമായ പൂക്കളാണ്. അവരുടെ കൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകിക്കൊണ്ട് കഴിയുന്നത്. എന്നാൽ ഇനി ചോദിച്ചോട്ടെ, നിങ്ങളോടൊരു കാര്യം അന്വേഷിച്ചോട്ടെ. നിങ്ങളവിടെ കണ്ടുവല്ലോ ആ മണിമാളിക. ആ മണിമാളിക നിങ്ങൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു തരികയും ചെയ്തു. നിങ്ങളാരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചപ്പോൾ ആ രണ്ടാളുകൾ സ്വപ്നത്തിൽ വിളിച്ചു കൊണ്ടുപോയവർ പറഞ്ഞപ്പോൾ ആമിന ബീവിയുടെ മുത്തുമോൻ നടുങ്ങിയിരിക്കണം. ഞാൻ ജിബ്രീലാണ്, ഈ നിൽക്കുന്നത് മീകായിലാണ്. ഞങ്ങൾ ഇവിടെ പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഇത് റസൂലിനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്വപ്നം. റസൂലിന് ഈ വിവരം നൽകുവാൻ വേണ്ടിയ മാത്രമായിരുന്നു ഈ സ്വപ്നം. അള്ളാഹുവിൻ്റെ റസൂലിലൂടെ
ലോകം ഇത് പഠിക്കണം, സമുദായം ഇത് പഠിക്കണം. ഈ ലോകത്ത് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് ദുനിയാവിൽ വെച്ച് സാമ്പിളായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു അവൻ്റെ പ്രവാചകൻ ഒരു കിനാവ് കാണിച്ചു കൊടുത്തതാണ്. റസൂൽ അതൊക്കെ